കേരളത്തോട് സംഘപരിവാർ നടത്തുന്ന അവഗണന കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ കപ്പിൽ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസണ് കൂടി നേരിടേണ്ടതായിട്ട് വന്നു. ഇപ്പോ BCCIയും ICCI ഉൾപ്പെടെ സകലതും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണല്ലോ. എവിടെയൊക്കെ അവർക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം കേരളത്തെ പരമാവധി അവഗണിക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വേണം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ സഞ്ജു സാംസണിനോട് കാട്ടിയ അവഗണന എന്ന് പറയേണ്ടി വരികയാണ്. ഇന്നലെ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് അഭിഷേക് ശർമ്മ നൽകിയത്. 10 ഓവറിൽ 91 റൺസിന് മേൽ അടിച്ചതിന് ശേഷം പൊടുന്നനെ ഇന്ത്യക്ക് മുൻനിര 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണ്. അത് അഭിഷേക് ശർമ്മ റൺഔട്ട് ആകുന്നുണ്ട്. സൂര്യകുമാർ യാദവ് പെട്ടെന്ന് ഔട്ടാകുന്നു. അതിനുശേഷം 4-ാം നമ്പർ സ്ഥാനത്ത് തിലക് വർമ്മ വരുന്നുണ്ട്. സാധാരണഗതിയിൽ തിലക് വർമ്മയ്ക്ക് ശേഷം ബാറ്റ് ചെയ്യാൻ വരേണ്ടിയിരുന്നത് സഞ്ജു സാംസൺ ആണ്. ഏകദേശം 5 ഓവറോളം ബാക്കി കിടക്കുമ്പോഴാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് അവസരം വന്നത്. പക്ഷേ സംഘപരിവാർ മനസ്സുകൾ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നതിനാൽ ഒരു കേരളീയനോട് കാണിച്ച അവഗണന എന്താണെന്ന് നമ്മൾ കണ്ടു. നേരത്തെ ദുബൈയെ ടോപ്പ് ഓർഡറിലേക്ക് പരീക്ഷിച്ചവർ പിന്നീട് സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ട് അക്സർ പട്ടേൽ എന്ന ബൗളറെ ബാറ്റിംഗിൽ ടോപ്പ് ഓർഡറിലേക്ക് പരീക്ഷിക്കുകയാണ്.